ഓക്കെ, പിന്നെ എന്താ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്? നമ്മുടെ ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾസ് ഓഫ് കാർഡിയാക് മസിൽ ഫൈബേഴ്സ് ആർ വൈഡർ ബട്ട് ലെസ് അബൻഡന്റ് ദാൻ ദോസ് ഓഫ് സ്കെലിറ്റൽ മസിൽസ്. The one transverse tubule per sacromier is located at the Z disc. So നമ്മുടെ കാർഡിയാക് മസിലിൽ T ട്യൂബ്യൂൾസ് എന്താണ്? കുറച്ചുകൂടി വൈഡർ ആണ്. നമ്മുടെ സ്കെലിറ്റൽ മസിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ ഇവരുടെ നമ്പർ എന്താണ്? കുറവാണ്. കുറച്ചുകൂടി വൈഡർ ആണ്, പക്ഷെ നമ്പർ കുറവാണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കാർഡിയാക് മസിലിൽ ഒരു T ട്യൂബ്യൂൾ ആണുള്ളത് എന്ത്? ഒരു സാർക്കോമിയറിൽ കാണുന്നത്. അത് നമ്മളെ Z ഡിസ്കില്ലേ ആ സെയിം ലെവലിൽ തന്നെയാണ് ഇതിനെ കാണപ്പെടുന്നത്. സോ ഇത് Z ഡിസ്ക് ലെവലിൽ പൊസിഷൻ ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലയില്ലേ SR എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? നമ്മുടെ കാർഡിയാക് മസിലിൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുല ഉണ്ട്, സ്കെലിറ്റൽ മസിൽ പോലെ തന്നെ. പക്ഷെ ഇവരെന്താണ്? കുറച്ചുകൂടി സ്മോളർ ഇൻ സൈസ് ആണ് വെൻ കമ്പയർഡ് ടു ദ സ്കെലിറ്റൽ മസിൽസ്. പിന്നെ ഇതെന്താണ്? അതൊരു റിസർവ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ കാൽഷ്യത്തിന് സ്റ്റോർ ചെയ്യുന്ന ഒരു റിസർവ് അല്ലേ. സോ ആസ് എ റിസൾട്ട് കാർഡിയാക് മസിൽസ് ഹാവ് എ സ്മോളർ ഇൻട്രാസെല്ലുലാർ റിസർവ് ഓഫ് കാൽഷ്യം. ഇത് കുറച്ചൊരു സൈസ് കുറവായതുകൊണ്ട് നമ്മുടെ സ്കെലിറ്റൽ മസിൽസിന് അത്ര കാൽഷ്യത്തിന്റെ ഒരു റിസർവ് അല്ല എന്ത്? നമ്മുടെ കാർഡിയാക് മസിൽസ്. അതിലുള്ള എമൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ സമയത്ത് ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ആ ടൈമിൽ കാൽഷ്യത്തിനെ റിലീസ് ചെയ്യും. അതുവഴിയാണ് ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ നടക്കുന്നത്. സോ റിസർവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. So next is the autorhythmic fibers, that is the conduction system of heart. An inherent and rhythmical electrical activity is the reason for the heart's lifelong beat. ഈ ഓട്ടോറിഥമിക് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഹാർട്ട് മസിൽസിന്റെ സ്പെഷ്യലൈസ്ഡ് ഫൈബേഴ്സ് ആണ്. നമ്മുടെ SA നോഡ് AV നോഡൊക്കെ ഇല്ലേ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓട്ടോറിഥമിക് ഫൈബേഴ്സ് ആണ്. സോ നമ്മുടെ ഹാർട്ടിന്റെ സ്പെഷ്യലൈസ്ഡ് മസിൽ ഫൈബേഴ്സ് ആണ് എന്ത്? ഓട്ടോറിഥമിക് ഫൈബേഴ്സ്. സോ ഇവർക്ക് ഇൻഹെറന്റ് ആയിട്ട് റിതമിക് ആക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹാർട്ടിന്റെ ലൈഫ് ലോങ് ബീറ്റ് ചെയ്യുന്നത് റീസൺ ഈ ഹാർട്ടിലുള്ള ഈ റിതമിക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാരണമാണ് അല്ലേ. അപ്പൊ ഈ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഹാർട്ടിനുള്ളത് കൊണ്ടാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ സോഴ്സ് എവിടെയാണ്? ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിന്റെ. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വരുന്നത് നമ്മുടെ ഓട്ടോറിഥമിക് ഫൈബേഴ്സ് എന്ന സ്പെഷ്യലൈസ്ഡ് ഫൈബർ നെറ്റ്വർക്കിൽ നിന്നാണ്. അതിലെ മെയിൻ നെറ്റ്വർക്കായ ഓട്ടോറിഥമിക് ഫൈബറാണ് നമ്മളെ SA നോഡ്. അതാണ് നമ്മുടെ ഹാർട്ടിന്റെ നാച്ചുറൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. കാരണം എന്താ? ഈ SA നോഡിൽ നിന്നാണ് നമ്മുടെ ഹാർട്ടിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് പിന്നെ കണ്ടക്ട് ചെയ്ത് എല്ലാ പാർട്സിലോട്ട് എത്തിയിട്ടാണ് ഹാർട്ടിൽ എന്ത് സംഭവിക്കുന്നത്? ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ നടക്കുന്നത്. സോ ദ സോഴ്സ് ഓഫ് ദിസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇസ് എ നെറ്റ്വർക്ക് ഓഫ് സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽ ഫൈബേഴ്സ് കോൾഡ് ഓട്ടോറിഥമിക് ഫൈബേഴ്സ് ലൈക്ക് SA നോഡ് AV നോഡ് എക്സെട്ര അല്ലേ. അപ്പൊ നമ്മുടെ ഹാർട്ടില് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ആര്? ദ ഓട്ടോറിഥമിക് ഫൈബേഴ്സ് റിപ്പീറ്റഡ്ലി ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ദാറ്റ് ട്രിഗേഴ്സ് ഹാർട്ട് കോൺട്രാക്ഷൻസ്. നമ്മുടെ ഹാർട്ടിന്റെ ഈ ഓട്ടോറിഥമിക് ഫൈബേഴ്സിന് ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കഴിവുണ്ട്. ഈ ഓട്ടോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ്. എക്സ്റ്റേണൽ ആയിട്ട് എൻവയോൺമെന്റിൽ നിന്ന് ഒരു ട്രിഗറും വേണ്ട, സ്വന്തമായിട്ട് തന്നെ എന്ത് പറ്റും? ഇവര് ആക്റ്റീവായിട്ട് ഇവര് എന്തുണ്ടാക്കും? ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കഴിവ് നമ്മുടെ ഓട്ടോറിഥമിക് ഫൈബേഴ്സ് ആയ SA നോഡിനൊക്കെ ഉണ്ട്. സോ ഈ ഓട്ടോറിഥമിക് ഫൈബേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് എന്തുണ്ടാക്കും? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മുടെ കാർഡിയാക് മസിൽ സെൽസിൽ റീച്ച് ചെയ്ത് ഹാർട്ടിന് എന്ത് സംഭവിക്കും? കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. പിന്നെ ഇവര് റിലാക്സേഷനും നടക്കും. ഈ ഒരു സീരീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ എന്താണ്? They continue to stimulate a heart to beat even after it is removed from the body. നമ്മളെ ഹാർട്ട് നമ്മുടെ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഹാർട്ട് കുറച്ച് ഒന്ന് ബീറ്റ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ പുറത്തെടുത്താലും ഈ ഹാർട്ട് ബീറ്റ് ചെയ്യില്ലേ കുറച്ചു നേരത്തേക്ക്? അതെന്തുകൊണ്ടാ? അതിന് ഈ ഒരു ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്ന കഴിവുള്ളത് കൊണ്ടാണ്. സോ നമ്മുടെ ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് only about 1% of the cardiac muscle fibers become autorhythmic fibers. എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് നമ്മുടെ കാർഡിയാക് മസിൽ ഫൈബേഴ്സിൽ വെറും 1% മാത്രമേ എന്തായി മാറുന്നുള്ളൂ? ഈ ഓട്ടോറിഥമിക് ഫൈബേഴ്സ് ആവുന്നുള്ളൂ. ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് അതൊക്കെ അടുത്ത് നോക്കാം. സോ 2 ഫങ്ഷൻസ് എന്തൊക്കെയാ വരുന്നത്? ഫസ്റ്റ് ഇസ് പേസ് മേക്കർ ഫങ്ഷൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കണ്ടക്ഷൻ ഫങ്ഷൻ. പേസ് മേക്കർ ഫങ്ഷൻ എന്താ? നമ്മുടെ ഈ ഓട്ടോറിഥമിക് ഫൈബേഴ്സ് ആണ് എന്ത്? നമ്മുടെ ഹാർട്ടിന്റെ പേസ് മേക്കർ. നമ്മുടെ ഹാർട്ടിലെ നാച്ചുറൽ പേസ് മേക്കർ ആയ ഓട്ടോറിഥമിക് ഫൈബർ എന്ന് പറയുന്നത് SA നോഡാണ് ഇല്ലേ. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ഇവരാണ് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ റിതം എന്ത് സെറ്റ് ചെയ്യുന്നത്. അതുവഴി ഹാർട്ടിന് കോൺട്രാക്ഷൻ സംഭവിക്കുന്നു.
So they act as the pacemaker, setting the rhythm of electrical excitation that causes contraction of the heart. ഇനി കണ്ടക്ഷൻ സിസ്റ്റം എന്താണ്? ഈ ഓട്ടോ റിതമിക് ഫൈബേഴ്സ് കൂടി ഒരുമിച്ച് ഹാർട്ടിനെ കണ്ടക്ഷൻ സിസ്റ്റം ഫോം ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രോപ്പർ ആയിട്ട് ഒരു പാത്വേ വഴി ഇങ്ങനെ എല്ലായിടത്തേക്കും ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു അല്ലേ? അതായത് ഫസ്റ്റ് എസ് എ നോഡിൽ നിന്ന് എ വി നോഡിലോട്ട് പോകും, അങ്ങനെ ഇത് കണ്ടക്ട് ചെയ്ത് പോകുന്നു. So they form the conduction system, a network of specialized cardiac muscle fibers that provide a path for each cycle of cardiac excitation to progress through the heart. ഇനി ഇതിന്റെ പാത്വേ എങ്ങനെയാണ്? ഓരോ ഈച്ച് ഹാർട്ട് ബീറ്റും ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഹാർട്ട് വഴി സിസ്റ്റമിക് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു അല്ലേ? അതായത് ഈ ഒരു ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷനും റിലാക്സേഷനും വഴിയാണ് ഏട്രിയയിലും വെൻട്രിക്കിളിലും ഒക്കെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഇങ്ങനെ നടക്കുന്നത്. ആ ഒരു കണ്ടക്ഷൻ സിസ്റ്റം നടക്കുന്നത് ഇതുകൊണ്ടാണ്. സോ നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം എൻഷ്യൂർ ചെയ്യുന്നത് ഏട്രിയാണ് ഫസ്റ്റ് അല്ലേ? പിന്നെ വെൻട്രിക്കിൾസിലേക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യും? കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ കോൺട്രാക്ഷൻ ചെയ്യും. അതുകൊണ്ട് ഹാർട്ട് എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു. അതുവഴി നമ്മളെ ഹാർട്ടിൽ നമ്മുടെ പമ്പിങ് കാരണം നമ്മുടെ എല്ലാ ബോഡി പാർട്ടിലേക്കും ബ്ലഡ് എത്തി ഓക്സിജൻ സപ്ലൈയും കൃത്യമായിട്ട് എത്തുന്നു. സോ ദ കണ്ടക്ഷൻ സിസ്റ്റം എൻഷുവേഴ്സ് ദാറ്റ് കാർഡിയാക് ചേംബേഴ്സ് ബിക്കം സ്റ്റിമുലേറ്റഡ് ടു കോൺട്രാക്ട് ഇൻ എ കോർഡിനേറ്റഡ് മാനർ വിച്ച് മേക്സ് ദ ഹാർട്ട് ആൻ എഫക്റ്റീവ് പമ്പ് ഏട്രിയെന്ന് വെൻട്രിക്കിൾസിലേക്ക്. അങ്ങനെ ഇവർ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ ഓട്ടോ റിതമിക് ഫൈബേഴ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം വരുന്ന അസുഖത്തിനാണ് എന്ത് പറയുക? അരിത്മിയ എന്ന് പറയാം. നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് മര്യാദയ്ക്ക് നടക്കുന്നില്ല, അബ്നോർമൽ ആയിട്ട് റിതം സംഭവിക്കുക, അതിനാണ് എന്ത് പറയാ? അരിത്മിയ എന്ന് പറയാം അല്ലെ? ഇത് ചിലപ്പോൾ നമ്മുടെ എസ് എ നോഡിന്റെ പ്രശ്നം കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഈ എസ് എ നോഡിൽ അതായത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഈ എസ് എ നോഡിൽ നിന്ന് എ വി നോഡിലോട്ടും അങ്ങനെ ഇത് കണ്ടക്ഷൻ നടക്കൂലേ? ഈ കണ്ടക്ഷൻ സിസ്റ്റത്തിൽ വരുന്ന കുഴപ്പം കൊണ്ടും ആയിരിക്കും എന്ത് ഈ അരിത്മിയ സംഭവിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ കണ്ടക്ഷൻ സിസ്റ്റം ഒന്ന് പറയാം. അപ്പൊ ഇതെന്താ? ലെഫ്റ്റ് ഏട്രിയം അല്ലെ? ഇതെന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതെന്താണ്? റൈറ്റ് ഏട്രിയം. പിന്നെ എന്താണ്? റൈറ്റ് വെൻട്രിക്കിൾ. അപ്പൊ ഈ റൈറ്റ് ഏട്രിയത്തിലാണ് എന്തുള്ളത്? നമ്മുടെ സൈനോ ഏട്രിയൽ നോഡ് ഉള്ളത്. അതായത് എന്താണ്? എസ് എ നോഡ്. നമ്മുടെ ഹാർട്ടിന്റെ നാച്ചുറൽ പേസ് മേക്കറായ ഓട്ടോ റിതമിക് ഫൈബറായ എസ് എ നോഡ് എവിടെയുള്ളത്? റൈറ്റ് ഏട്രിയത്തിലാണ്. സോ ദ കാർഡിയാക് എക്സൈറ്റേഷൻ ബിഗിൻസ് ഇൻ എസ് എ നോഡ് ലൊക്കേറ്റഡ് ഇൻ ദ റൈറ്റ് ഏട്രിയൽ വാൾ. റൈറ്റ് ഏട്രിയൽ വാളിലുള്ള എസ് എ നോഡിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ കാർഡിയാക് എക്സൈറ്റേഷൻ നടക്കുന്നത് അല്ലേ? പിന്നെ ഇമ്പൾസ് എങ്ങോട്ട് പോകും? ദേ ആർ കണ്ടക്റ്റഡ് അക്രോസ് ദ എ വി നോഡ് ലൊക്കേറ്റഡ് ഇൻ സെപ്റ്റം ബിറ്റ്വീൻ ടു ഏട്രിയ. ഈ രണ്ട് റൈറ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ഇടയിലുള്ള സെപ്റ്റത്തിലാണ് എന്തുള്ളത്? നമ്മുടെ എ വി നോഡ്. കണ്ടോ? എ വി നോഡിന്റെ പേരെന്താണ്? ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്നാണ് പറയാ അല്ലേ? സോ ഈ എസ് എ നോഡിൽ നിന്ന് ഈ ഇമ്പൾസ് എങ്ങോട്ട് പോകും? നമ്മുടെ എ വി നോഡിലോട്ട് എത്തും. From the AV node, this action potential reaches the bundle of His, then to both branches of bundle. ഈ ബണ്ടിൽ പിന്നെ ഈ എസ് എ നോഡിൽ നിന്ന് എ വി നോഡിൽ എത്തിയില്ലേ? ഇനി അവിടെ നിന്ന് ഇത് എങ്ങോട്ട് പോകും? നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ്സിലേക്ക് പോകും അല്ലേ? ഇതൊക്കെ എങ്ങനെ കണ്ടോ? ഈ ബണ്ടിൽ ഓഫ് ഹിസ് രണ്ട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതായത് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്, ലെഫ്റ്റിലോട്ടും ഉണ്ടാവും റൈറ്റിലോട്ടും ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ എ വി നോഡിൽ നിന്ന് ഇത് ബണ്ടിൽ ഓഫ് ഹിസ്സിലെത്തും. അവിടെ നിന്ന് ഇത് നമ്മുടെ രണ്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള ബണ്ടിൽ ഓഫ് ഹിസ്സിലേക്ക് ഇങ്ങനെ മീഡിയേറ്റ് ചെയ്ത് പോകും. പിന്നെ ഇത് എവിടെ എത്തും? ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. കണ്ട? പിന്നെ ഇത് ഫർദർ ഇറ്റ് റീച്ചസ് ദ പുർക്കിഞ്ചി ഫൈബേഴ്സ് ആൻഡ് ദെൻ ദ വെൻട്രിക്കിൾസ്. പിന്നെ ഇത് ഈ കണ്ടക്ഷൻ എങ്ങോട്ട് പോകും? ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ പർക്കിഞ്ചി ഫൈബേഴ്സിലോട്ട് പോകും. അങ്ങനെ ഇത് നമ്മളെ ഹോൾ ഹാർട്ടിൽ അതായത് വെൻട്രിക്കിൾസിലൊക്കെ എത്തും. അങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് electrical impulse in the heart occurs. അപ്പൊ ഇത്രയാണ് നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റത്തിന്റെ മെയിൻ. ഇത്ര മനസ്സിലാക്കിയാൽ തന്നെ ബാക്കി എല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും.